വെൽക്കം ടു UAE മഞ്ഞപ്പട പെസ് ടൂർണമെന്റ്. UAE മഞ്ഞപ്പട സംഘടിപ്പിക്കുന്ന പെസ് ടൂർണമെന്റിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മൊത്തം 64 കാൻഡിഡേറ്റ്സുമായി തുടങ്ങിയ ടൂർണമെന്റ് പിന്നീട് 32 പ്ലേയേഴ്സായി നോക്കൌട്ട് റൗണ്ടിൽ എത്തിച്ചേർന്നെങ്കിൽ ഒടുവിൽ സർവ്വ പ്രവചനങ്ങൾക്കും അതീതമായ ദ ഗ്രാൻഡ് ഫിനാലെ എത്തിച്ചേർന്നിരിക്കുന്നു. ഷമീൽ വേഴ്സസ് അഫ്സൽ. ഈ മത്സരത്തിന്റെ തത്സമയ വിവരണം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കമന്ററി ബോക്സിൽ ഞാൻ അജു ജോൺ തോമസ്. രണ്ട് ടീമുകളുടെയും ഫസ്റ്റ് 11 നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ഷമീലിന്റെ റിയൽ മാഡ്രിഡിൽ സെന്റർ ഫോർവേഡ് പൊസിഷൻ കളിക്കുന്നത് ഫോർലാൻ ആൻഡ് എംബാപ്പെ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ലിയോണൽ മെസ്സി, സെന്റർ മിഡ്ഫീൽഡിൽ കാൻറ്റെ ആൻഡ് ടോണി ക്രൂസ്, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വിയറ, ലെഫ്റ്റ് ബാക്കിൽ റോബർട്ടോ കാർലോസ്, റൈറ്റ് ബാക്കിൽ വാൻ ബിസാക്ക, സെന്റർ ബാക്ക് വാൻചിക് ആൻഡ് പിയോൾ, ആൻഡ് ഫൈനലി ഗോൾ കീപ്പർ പീറ്റർ ചെക്ക്. ഇനി അഫ്സലിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീം ലൈനപ്പ് നമുക്ക് പരിചയപ്പെടാം. സെന്റർ ഫോർവേഡ് എംബാപ്പെ ആൻഡ് റൂമിനിഗ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ലിയോണൽ മെസ്സി, സെന്റർ മിഡ്ഫീൽഡിൽ ഡേവിഡ് ബെക്കാം ആൻഡ് കാൻറ്റെ, ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കാസ്മെറോ, ലെഫ്റ്റ് ബാക്ക് ഡേവിസ്, സെന്റർ ബാക്ക് കോളിബാലി ആൻഡ് വരാനെ, റൈറ്റ് ബാക്കിൽ വാൻ ബിസാക്ക ആൻഡ് ഫൈനലി ഗോൾ കീപ്പർ ഒലിവർ ഖാൻ. ആവേശോജ്വലമായ ഈ മത്സരത്തിന് മാഡ്രിഡിലെ എസ്റ്റാഡിയോ സാന്റിയാഗോ ബെർണബേയോ സ്റ്റേഡിയം സാക്ഷിയാകുന്നു. അഫ്സൽ വേഴ്സസ് ഷമീൽ. ആദ്യ പകുതിക്ക് തുടക്കമാകുന്നു. ഷമീലിനു വേണ്ടി എംബാപ്പയുടെ ചോടുകൂടി ഈ മത്സരത്തിന്റെ തത്സമയ വിവരണം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കമന്ററി ബോക്സിൽ ഞാൻ അജു ജോൺ തോമസ്. നമുക്കറിയാം, രണ്ട് ടീമുകളുടെയും ലൈനപ്പിൽ സെയിം പ്ലേയേഴ്സിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആസ് എ ഗെയിം ഇതൊരു സ്വാഭാവികമാണ്. ടോണി ക്രൂസ്, വിയറ, ലിയോണൽ മെസ്സി. മെസ്സിയിൽ നിന്നും ഫോർലാനിലേക്ക് കണക്ട് ചെയ്യുവാനുള്ള ബോളിനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻസ്. കാൻറ്റെ, കാസ്മെറോ പിടിച്ചടക്കുന്നു റിയൽ മാഡ്രിഡ്. എംബാപ്പയുടെ സുന്ദരമായ ഒരു ത്രൂ ബോൾ ഫോർലാനെ ലക്ഷ്യമാക്കി. പക്ഷേ വാൻചിക് തന്റെ കാൽപാദങ്ങളിൽ ഭദ്രമാക്കുകയാണ് ആ പന്തിനെ. കാസ്മെറോ, ലിയോണൽ മെസ്സി, കാൻറ്റെ, എംബാപ്പെ, റൂമിനിഗ, എംബാപ്പെ. സുന്ദരമായൊരു ത്രൂ ബോൾ റൂമിനിഗയിലേക്ക്. ഷൂട്ട്സ് റൂമിനിഗ. അലകൾ കാത്തിരുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. വിധി പോലും വിറച്ചുപോയി റൂമിനിഗയുടെ ഈ ആദ്യ ഗോളിന് മുൻപിൽ. വാട്ട് എ ഫാന്റാസ്റ്റിക് ഗോൾ ബൈ റൂമിനിഗ. അഫ്സൽ 1, ഷമീൽ 0, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1, റിയൽ മാഡ്രിഡ് 0. എന്ത് വാക്കുകൾ ഉപയോഗിച്ച് വർണ്ണിക്കണം ഈ സുന്ദരമായ ഗോളിനെ. ദാറ്റ് ഈസ് റിയലി എ വണ്ടർഫുൾ ഗോൾ. ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ടീമുകളും വളരെ അറ്റാക്കിംഗ് ഫുട്ബോളാണ് കാഴ്ചവെക്കുന്നതെന്ന് ഇതുവരെയുള്ള മത്സരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡീഗോ ഫോർലാനെ വളരെ മനോഹരമായി ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ് അവിടെ വാൻചിക്. കാൻറ്റെ, ലിയോണൽ മെസ്സി കണക്ട് ചെയ്യാനുള്ള ബോളായിരുന്നു, പക്ഷേ അത് റിയൽ മാഡ്രിഡ് ഡിഫൻസ് വളരെ സുന്ദരമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. കാൻറ്റെ, ഡീഗോ ഫോർലാൻ, ലിയോണൽ മെസ്സി വേഴ്സസ് ലിയോണൽ മെസ്സി കോമ്പറ്റീഷൻ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ റെയർ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പിക്ചറായിരുന്നു അത്. കാൻറ്റെ, റോബർട്ടോ കാർലോസിന്റെ സുന്ദരമായ ഒരു ക്രോസ്. ഒലിവർ ഖാൻ. നോക്കുക, റോബർട്ടോ കാർലോസിന്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്രോസ് ഡേഞ്ചറസ് പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഒലിവർ ഖാൻ തന്റെ പരിചയ സമ്പന്നത കൊണ്ട് തന്റെ കരങ്ങളിൽ ഭദ്രമാക്കുകയാണ് ആ പന്തിനെ. എംബാപ്പെ, റൂമിനിഗ. നമുക്കറിയാം, എംബാപ്പെ റൂമിനിഗ കോമ്പിനേഷൻ വളരെ നന്നായിട്ട് അഫ്സൽ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാൻറ്റെ, ഡീഗോ ഫോർലാൻ, ടോണി ക്രൂസ്, എംബാപ്പെ, ലിയോണൽ മെസ്സി, എംബാപ്പെ. ഡേഞ്ചറസ് റൺ. എംബാപ്പെ ഈ ഗോൾ അനിശ്ചിതമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല കോച്ച് ആന്റോണിയോ റിക്കാർഡിയോയുടെ വാക്കുകൾ. ഇൻ പാരീസ് there are many talents but I never seen a talent like him. ഞാൻ പാരീസിൽ ഒരുപാട് ടാലന്റ് കണ്ടു, പക്ഷേ എംബാപ്പയുടെ ടാലന്റ് പോലൊരു ടാലന്റിനെ എനിക്ക് പാരീസിൽ കാണുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ദ ബെസ്റ്റ് എന്നർത്ഥമുള്ള ക്രാക്ക് എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത്. എംബാപ്പെ സ്കോർസ്. അഫ്സൽ 1, ഷമീൽ 1, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1, റിയൽ മാഡ്രിഡ് 1. രണ്ട് ടീമുകളുടെയും ഗോൾ കീപ്പർമാരുടെ പരിചയ സമ്പന്നതയെപ്പറ്റി നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം അത്രമേൽ പരിചയസമ്പന്നരായ രണ്ട് ഗോൾ കീപ്പർമാരാണ് ഇന്ന് ഈ രണ്ട് ടീമുകൾക്കും വേണ്ടി ഗോൾ വല കാക്കുന്നത് എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു കാര്യമാണ്. പീറ്റർ ചെക്ക് ആൻഡ് ഒലിവർ ഖാൻ, ഡെലിവർ റോൾഫ് ഖാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒലിവർ ഖാൻ,
1975 ആരംഭിച്ച അദ്ദേഹത്തിന്റെ കരിയർ അഗ്നിപർവ്വതം എന്നാണ് ജർമ്മൻ ഫാൻസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. 3 തവണ ലോകത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ഗോൾ കീപ്പറാണ് ഒലിവർ ഖാൻ. റിയൽ മാഡ്രിഡിന്റെ കാർലോസ് കാന്റേ, ലിയോണൽ മെസ്സി, ഡിഗോ ഫോർലാനിലേക്ക് സുന്ദരമായൊരു ക്രോസ്. എംബാപ്പെ നമ്മൾ സൂചിപ്പിച്ചു ഒലിവർ ഖാന്റെ പരിചയ സമ്പന്നതയെ പറ്റി. വീണ്ടും ആ വിഷ്വലിൽ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ബോൾ പൊസിഷനിങ്, ജഡ്ജിങ്, ഇതെല്ലാം. റൂമിനിഗ, എംബാപ്പെ, റൂമിനിഗ, എംബാപ്പെ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ലേ, എംബാപ്പെ റുമിനിഗ കണക്ഷൻ വളരെ നന്നായിട്ട് അഫ്സൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗോള് കാണുമ്പോൾ ശരിക്കും ആസ് എ കമന്റേറ്റർ എൻ്റെ ഒരു അവസ്ഥ നന്ദനം സിനിമയിലെ കേശവൻ നായരുടെ അവസ്ഥയാണ്. കാരണം UAE മഞ്ഞപ്പട പെസ് ടൂർണമെന്റിലെ കുമ്പടി എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ എംബാപ്പെ. കാരണം തൊട്ട് മുൻപായിട്ട് റിയൽ മാഡ്രിഡിലെ ഷെമീലിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത അതേ എംബാപ്പ തിരിച്ച് അഫ്സലിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സ്കോർ ചെയ്യുന്നു. Now it's 2-1. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 ആൻഡ് ഷെമീൽ 1. റിയൽ മാഡ്രിഡിന്റെ ഷെമീലിന്റെ മത്സരത്തിലേക്ക് തിരിച്ചു വന്നേ മതിയാവൂ. കാരണം ഒരു ഗോളിന് പിന്നിലാണ് അദ്ദേഹം. പക്ഷേ പരിചയസമ്പന്നരായ ഒരുപാട് താരങ്ങളാണ് മുൻനിരയിൽ കളിക്കുന്നത്. ഒരുപക്ഷെ ഒരു അട്ടിമറി വിജയത്തിന് വരെ സാധ്യതയുള്ള എല്ലാ കായിക താരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ടീം ലൈനപ്പ്. എംബാപ്പെ, കസ്മേറോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ആധിപത്യം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എൻകാൻഡെ ഡേഞ്ചറസ് പൊസിഷൻ. എംബാപ്പെ നൽകിയ സുന്ദരമായൊരു ടച്ചിൽ എൻകാൻഡയുടെ ഒരു സൂപ്പർ ഫിനിഷ് എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ഈ ഗോളിനെ. ആരൊരാൾ എൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിൻ സർഗശക്തിയാൽ ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. മനോഹരമായിട്ട് ഏകദേശം 3ഓളം ഡിഫൻഡേഴ്സിനെ അവിടെ ബീറ്റ് ചെയ്ത് എംബാപ്പെ നൽകിയ ആ സുന്ദരമായ ടച്ച് പാസ്, അത് ഏറ്റവും നല്ല വണ്ടർഫുൾ ഫിനിഷ് എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് കാന്റയുടെ ആ ഒരു ഫിനിഷിനെ. ഗോൾ കീപ്പർക്ക് യാതൊരു സാധ്യതയും കൊടുക്കാണ്ട് തൻ്റെ ഗോൾ വലയത്തിലേക്ക് അത് അടിച്ചേൽപ്പിക്കുകയാണ് എൻകാൻഡയുടെ ഗോളിൽ അഫ്സൽ 3 ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ടോട്ടലി ഷെമീൽ 1 ഗോൾ. അങ്ങനെ മത്സരത്തിൽ ഏകദേശം ഒരു ആധിപത്യം സൃഷ്ടിക്കുവാൻ അഫ്സലിന് സാധിച്ചോ എന്ന് തോന്നുമെന്നും ഇവിടെ മത്സരം മുന്നേറുകയാണ്. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ റിയൽ മാഡ്രിഡിന്റെ ഷെമീലിന് വളരെ ശക്തമായി മത്സരത്തിലേക്ക് കടന്നു വന്നേ മതിയാവും. കാരണം ഏകദേശം ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇപ്പോഴും 2 ഗോളിന് പിന്നിലാണ് റിയൽ മാഡ്രിഡിന്റെ ഷെമീൽ. തുടർച്ചയായി ഗോൾ സ്കോർ ചെയ്യുമ്പോഴും അറ്റാക്കിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അഫ്സൽ. റൂമിനിഗ, കാന്റയുടെ ഒരു ലോങ് ബോൾ, പക്ഷേ ടോണി ക്രൂസ് പിടിച്ചെടുക്കുകയാണ്. വീണ്ടും വാൻചിക്, കാസ്മേറോ, ഡേവിഡ് ബെക്ക, റൂമിനിഗ, എംബാപ്പയുടെ സുന്ദരമായൊരു ഷോട്ടിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം വളരെ വളരെ കൃത്യമായി അതിനെ വിഷൻ ചെയ്തുകൊണ്ട് പീറ്റർ ചെക്ക് അതിനെ കയ്യിലൊതുക്കുകയാണ്. വീണ്ടും എൻകാൻഡയുടെ ത്രൂ ബോൾ, റൂമിനിഗയുടെ ത്രൂ ബോൾ. എംബാപ്പെ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പോസ്റ്റിനെ അത് മറികടന്ന് പോവുകയാണ്. ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുന്നു. അഫ്സൽ 3 ആൻഡ് ഷമീൽ 1. Stay tuned for the second half. Welcome back to UAE മഞ്ഞപ്പട പെസ് ടൂർണമെന്റ്. രണ്ടാം പകുതിക്ക് തുടക്കമാകുന്നു. ഫെർണാണ്ടോ ടോറസിന്റെ ടച്ചോടുകൂടി ആദ്യ പകുതിയിൽ റൂമിനിഗ, എംബാപ്പെ, കാന്റേ ഇവർ 3 പേരുമായിരുന്നു ഹീറോസ് എങ്കിൽ രണ്ടാം പകുതിയുടെ ഹീറോസ് ആരൊക്കെയെന്ന് നമുക്ക് കാത്തിരിക്കാം. വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് ഹാഫ് ഹീറോസ്. കമന്ററി ബോക്സിൽ ഞാൻ അജു ജോൺ തോമസ്. രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന ഈ ഹാലൻഡ് വളരെ ഫിസിക്കലായിട്ട് നേരിടുന്നു. ഈ ഹാലൻഡ് പ്രതീക്ഷയുടെ ദൈവം അവതരിച്ചിരിക്കുന്നു. ആദ്യ പകുതിയുടെ തുടക്കം തന്നെ ഷമീലിന്റെ തിരിച്ചുവരവിന് പാതയിലേക്ക് വന്നിരിക്കുന്നു. കിഴക്കൻ ചക്രവാള സീമയിൽ നിന്ന് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ഈ ഹാലൻഡ് ഉദിച്ചുയരുന്നു. ഈ ഹാലൻഡ് 2-3 വളരെ ഫിസിക്കലായി തന്നെ 2ഓളം ഡിഫൻഡേഴ്സിനെ നേരിട്ടുകൊണ്ട് ഈ ഹാലൻഡ് ഡേഞ്ചറസ് ബോക്സിനുള്ളിലേക്ക് വന്നത് വളരെ ക്ലവർ ഫിനിഷ് എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ആ ഗോളിനെ. ഈ ഹാലൻഡ് 2-3, ഷമീൽ 2, അഫ്സൽ 3. Again a wonderful goal by ഷമീൽ. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഏകദേശം 3ഓളം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. റിയൽ മാഡ്രിഡിന്റെ ഷമീൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ജേഴ്സി നമ്പർ 10 ഡീഗോ ഫോർലാനെ പിൻവലിച്ചുകൊണ്ട് ഈ ഹാലൻഡിനെ, നമ്മൾ മുമ്പേ കണ്ട ആ ഗോൾ സ്കോറർ, ഈ ഹാലൻഡിനെ മുന്നേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് റിയൽ മാഡ്രിഡിന് വേണ്ടി ഷമീൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 സബ്സ്റ്റിറ്റ്യൂഷൻ
മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഒന്ന് എംബാപ്പെ, ജേഴ്സി നമ്പർ 13 എംബാപ്പയെ പിൻവലിച്ചുകൊണ്ട് ഫെർണാണ്ടോ ടോറസിനെ കളിക്കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് അഫ്സൽ. അതുപോലെ റുമിനിഗയെ പിൻവലിച്ചുകൊണ്ട് ഈ ഹാലണ്ടിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ടാക്ടിക്കലി അറ്റാക്കിംഗ് തന്നെ ഫോക്കസ് ചെയ്യുകയാണ് രണ്ട് ടീമുകളും. ലിയോണൽ മെസ്സി, ഈ ഹാലണ്ട്, എംബാപ്പെ, ഈ ഹാലണ്ട്, എംബാപ്പെ, എംബാപ്പെ. ശക്തമായ ഒരു സുന്ദരമായ ഒരു ത്രൂ ബോൾ എന്ന് വിശേഷിപ്പിക്കാം ഈ ഹാലണ്ടിനെ പന്തിനെ. പക്ഷേ വളരെ സുന്ദരമായി അത് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിലും പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ചിട്ട് ഉന്നം പിഴയ്ക്കുകയാണ് എംബാപ്പയുടെ കാലുകൾക്ക്. ഒലിവർ കാന്റെ ഒരു ഔട്ട് കേക്ക് വരാനയെ ലക്ഷ്യമാക്കി 2-3 എന്ന ഗോൾ നിലയിലാണ് ഇപ്പോൾ ഈ മത്സരം പുരോഗമിക്കുന്നത്. നമുക്കറിയാം റിയൽ മാഡ്രിഡ് 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3. ഒരു ഗോളിന് പിന്നിലാണ് ഷെമീലിന്റെ റിയൽ മാഡ്രിഡ്. മത്സരത്തിലേക്ക് തിരിച്ചു വരുവാൻ 60 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ് നിലവിൽ ഇതുവരെ ഈ മത്സരം. ടോണി ക്രോസിനെ ലക്ഷ്യമാക്കി ബോൾ ടോണി ക്രോസിൽ നിന്നും ലിയോണൽ മെസ്സിയിലേക്ക്. പക്ഷേ ഒരു ടൈറ്റ് മാർക്കിംഗ് ആണ് അവിടെ കെസ്മിറോ ലിയോണൽ മെസ്സിക്ക് നൽകുന്നത്. സുന്ദരമായൊരു ത്രൂ ബോൾ ഈ ഹാലണ്ടിനെ ലക്ഷ്യമാക്കി. ഈ ഹാലണ്ട് ഇൻ ഡേഞ്ചറസ് ബോക്സ്. ഈ ഹാലണ്ട് പിടിച്ചടക്കുകയാണ്. പീറ്റർ ചെക്കിന്റെ സംയോജിതമായ ഇടപെടൽ ഒരുപക്ഷെ വളരെ അപകടകരമായി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ പീറ്റർ ചെക്കിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം ആ അപകടത്തെ ഒഴിച്ചു മാറ്റുകയാണ് റിയൽ മാഡ്രിഡ്. മറുഭാഗത്തേക്ക് ഈ ഹാലണ്ട് നമ്മൾ കണ്ടു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി റിയൽ മാഡ്രിഡിന്റെ പെനാൽറ്റി ബോക്സിനുള്ളിൽ അപകടം സൃഷ്ടിച്ച ഈ ഹാലണ്ടിന്റെ കുമ്പിടി, അതേ ഈ ഹാലണ്ട് തന്നെ മറുഭാഗത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെനാൽറ്റി ബോക്സിനുള്ളിൽ റിയൽ മാഡ്രിഡിന് വേണ്ടി മനോഹരമായ ഒരു ഷോട്ട് തീർക്കുന്നു. ഒലിവർ ഖാന്റെ ഔട്ട് കിക്ക്. 2 മാറ്റങ്ങൾ കൂടി ഈ മത്സരത്തിലെ 2 ടീമുകളും വരുത്തിയിട്ടുണ്ട്. ആ മത്സരത്തിലെ മാറ്റങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. ഡേവിഡ് ബെക്കാം, ലെജൻഡറി ഡേവിഡ് ബെക്കാം, വാൻ ബിസാക്ക അവിടെ ടാക്കിൾ ചെയ്യുകയാണ് ഡേവിഡ് ബെക്കാമിനെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക്, ഒരു ലോങ് ഫ്രീ കിക്ക് കെസ്മേറോ എടുക്കുകയാണ്. ആ ഫ്രീ കിക്ക് ഒരു ഷോർട്ട് പാസ്സായി ഡേവിഡ് ബെക്കാമിലേക്ക് ആ പന്തിനെ നൽകുകയാണ് കെസ്മേറോ. വീണ്ടും ഡേവിഡ് ബെക്കാമിനെ അവിടെ പിടിച്ചെടുക്കുകയാണ് നെയ്മാർ. ഞാൻ സൂചിപ്പിച്ചു 2 മാറ്റങ്ങൾ ഈ മത്സരത്തിൽ വന്നിട്ടുണ്ട്. റിയൽ മാഡ്രിഡിന്റെ ഷെമീൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ജേഴ്സി നമ്പർ 15 ലിയോണൽ മെസ്സിയെ പിൻവലിച്ചുകൊണ്ട് ജേഴ്സി നമ്പർ 3 നെയ്മറിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് റിയൽ മാഡ്രിഡിന്റെ ഷെമീൽ. അഫ്സൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വരുത്തിയിരിക്കുന്ന മാറ്റം ജേഴ്സി നമ്പർ 5 ലിയോണൽ മെസ്സിയെ തന്നെ പിൻവലിച്ചു കൊണ്ടിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ജേഴ്സി നമ്പർ 18 ബ്രൂണോ ഫെർണാണ്ടസിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അഫ്സൽ. സോ 2 ടീമുകളുടെയും ടാക്ടിക്സ് അറ്റാക്കിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണെന്ന് ഇതിൽ നമുക്ക് വ്യക്തമാണ്. നെയ്മറിൻ്റെ ഒരു മനോഹരമായ സ്കില്ലി മൂവ് ആയിരുന്നു, പക്ഷേ അത് ഡേവിഡ് ബെക്കാം പിടിച്ചെടുക്കുകയാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു ഡേവിഡ് ബെക്കാം എന്ന ലെജൻഡറി പ്ലെയറിനെ സംബന്ധിച്ച് ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ തെരഞ്ഞെടുപ്പിൽ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ പ്ലെയറാണ് ലെജൻഡറി ഡേവിഡ് ബെക്കാം. 100 ചാമ്പ്യൻഷിപ്പ് ലീഗ് മത്സരം കളിച്ച ആദ്യ ഇംഗ്ലണ്ട് താരം കൂടിയാണ് ഡേവിഡ് ബെക്കാം. 2000 മുതൽ 2006 വരെ ഇംഗ്ലണ്ട് നായകനായിരുന്നു ഡേവിഡ് ബെക്കാം. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ലെജൻഡറി പ്ലെയറാണ് ഡേവിഡ് ബെക്കാം. വീണ്ടും ഈ ഹാലണ്ടിൽ നിന്നും ടോണി ക്രൂസിന് സുന്ദരമായ ഒരു ത്രൂ ബോൾ എംബാപ്പയിലേക്ക്. 1-on-1 സിറ്റുവേഷൻ. എംബാപ്പെ ശക്തമായ ഒരു ഗോളിലൂടെ ഷമീൽ വീണ്ടും മത്സരത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചു വന്നിരിക്കുന്നു. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ നിനക്കൊരു യുദ്ധം ജയിക്കാനാകും. പക്ഷേ നീ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് 1000 പേർക്ക് ധൈര്യം പകർന്നാൽ ഈ ലോകം നീ കീഴടക്കും. ആ ഒരു വിശ്വാസമാണ് റിയൽ മാഡ്രിഡിൽ ഇന്ന് ഷമീലിന് വേണ്ടി കളിക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും എംബാപ്പെ എന്ന ഈ യുവതാരം നൽകുന്നത്. അത്രമേൽ സുന്ദരമായ ഒരു ത്രൂ ബോളിനെ മനോഹരമായി തന്റെ കാലുകളിൽ ഒതുക്കി വളരെ ക്ലെവറായിട്ട് ആ പന്തിനെ ഫിനിഷ് ചെയ്തുകൊണ്ട് മത്സരത്തിലേക്കുള്ള പൂർണ്ണമായ തിരിച്ചുവരവ് കാണിച്ചിരിക്കുന്നു. ആദ്യ പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്നുകൊണ്ട് സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിലെ മുഴുവൻ ഫുട്ബോൾ ആരാധകരെയും സാക്ഷി നിർത്തി റിയൽ മാഡ്രിഡിന്റെ ഷമീൽ പൂർണ്ണമായി മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഈ മത്സരത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഗോളായി മാറിയേക്കുവാനുള്ള എല്ലാ സാധ്യതകളെയും കൽപ്പിച്ചിരിക്കുകയാണ്. ആ ഗോളിനെ 89 മിനിറ്റ് പിന്നിടുന്നു. ഡേവിഡ് ബെക്കാം, ബ്രൂണോ ഫെർണാണ്ടസ്,
2 മിനിറ്റാണ് ആഡ് ഓൺ ടൈം ഈ മത്സരത്തിന്റെ അവസാന പകുതിക്ക് നൽകിയിരിക്കുന്നത്. കാൻഡയുടെ ഒരു ലാസ്റ്റ് ശ്രമം ഈ ഹാലൻഡിലേക്ക്, എംബാപ്പെ ഈ ഹാലൻഡിലേക്ക് നൽകിയ ഒരു സ്കില്ലി ബാക്ക് ബോൾ, പക്ഷേ അത് ഡിഫൻസീവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിടിച്ചെടുക്കുന്നു. മത്സരത്തിന്റെ മുഴുവൻ സമയങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനി എക്സ്ട്രാ ടൈമിലെ അവസാന പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം. ഈ മത്സരത്തിന്റെ അവസാന പോരാട്ടങ്ങൾ റിയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 2 ഗോളിന് പിന്നിൽ നിന്ന് ഷമീലിന്റെ പൂർണ്ണമായ ഒരു തിരിച്ചുവരവിന് സാക്ഷിയാവുകയായിരുന്നു സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയം. ഈ ആദ്യ പകുതി, എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ നെയ്മറിന്റെ സുന്ദരമായ ഒരു ബൈസൈക്കിൾ ക്ലിക്ക്, പക്ഷേ അത് ഗോൾ കീപ്പറുടെ കരങ്ങളിൽ ഭദ്രമാവുന്നു. എക്സ്ട്രാ ടൈമിന്റെ ഈ നിമിഷങ്ങളിൽ മത്സരത്തിന്റെ ചൂട് പിടിക്കുന്നു, സമ്മർദ്ദങ്ങൾ ഉയരുന്നു, ബെർണബ്യൂ സ്റ്റേഡിയത്തിലെ കാണികളുടെ ആരവങ്ങൾ ഉയരുന്നു. ഒരുപക്ഷേ തിരക്കഥകളില്ലാത്ത 2021 UAE മഞ്ഞപ്പടയുടെ PES ടൂർണമെന്റ് ഗ്രാൻഡ് ഫിനാലെ ഇത്രമേൽ സുന്ദരമായി ഒരു ക്ലൈമാക്സിന് സാക്ഷിയാകുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാൻഡേ, നെയ്മറിൽ നിന്നും ഈ ഹാലൻഡ്, ബിസാക്ക പിടിച്ചെടുക്കുകയാണ് പന്തിനെ. കാസ്മേറോ ബ്രൂണോ ഫെർണാണ്ടസിൽ നിന്നും ഫെർണാണ്ടോ ടോറസിലേക്ക് ഈ ഹാലൻഡിനെ പിടിച്ചെടുക്കുന്നു. അവിടെ വാൻഷിക്, വീണ്ടും റോബർട്ടോ കാർലോസ്, കാൻഡേ. അവസാന നിമിഷങ്ങളിലേക്ക് പോകുന്ന ഈ ആദ്യ പകുതിയിൽ ഒരുപക്ഷെ ഒരു ഗോളുകൾക്കും സാക്ഷിയാകാതെ സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയം മുന്നോട്ട് നടന്നെടുക്കുമോ എന്ന് കാണാം. അതേ, ആദ്യ പകുതിക്ക് വിരാമമാകുന്നു. എക്സ്ട്രാ ടൈമിന്റെ 2 ടീമുകളും ബോൾ പൊസിഷനിലും ഷോട്ട് സോൺ ടാർഗറ്റിലും ഒക്കെ തുല്യത പാലിക്കുമ്പോഴും ഗോൾ സ്കോറിംഗ് നില 3-3 എന്ന നിലയിൽ തന്നെ നിൽക്കുകയാണ്. എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിക്ക് തുടക്കമാകുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫെർണാണ്ടോ ടോറസിന്റെ ടച്ചോടുകൂടി 3-3 എന്ന നിലയിൽ ശക്തമായ മത്സരത്തിന് സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിന്റെ പുൽമേടികൾക്ക് ഇവിടെ ചൂട് പിടിക്കുകയാണ്. ഈ ഹാലൻഡ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളിന് മുന്നിട്ട് നിന്ന ആധിപത്യം കാണിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അഫ്സൽദ എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയിലും തന്റെ ടീമിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ഹാലൻഡ് എന്ന സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഗോളിലൂടെ ഒരുപക്ഷേ ഈ മത്സരത്തിലെ തന്നെ ഏറ്റവും സവിശേഷമുള്ള ഗോളായി മാറുവാൻ സാധ്യതയുള്ള ഈ ഹാലൻഡിന്റെ എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഗോൾ, ജേഴ്സി നമ്പർ 9 നൽകിയ ഒരു സുന്ദരമായ ഒരു ത്രൂ ബോൾ. ഈ ഹാലൻഡ് പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് കടന്ന കീപ്പർക്ക് യാതൊരു സാധ്യതയും കൊടുക്കാതെ ഒരു ക്ലെവർ ഫിനിഷിലൂടെ മത്സരത്തിൽ ആധിപത്യത്തിലേക്ക് വന്നിരിക്കുന്നു. വീണ്ടും അഫ്സൽ, now it's 4-3 Manchester United 4 and Real Madrid 3. ഇവിടെ ഒരു പൊസിഷൻ സ്വിച്ചിങ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റിയൽ മാഡ്രിഡിന്റെ ഷമീലിന്റെ ഭാഗത്തു നിന്നും എംബാപ്പയെ സെന്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കാൻഡേ. റിയൽ മാഡ്രിഡ് ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തുകൊണ്ട് ഈ മത്സരത്തിലേക്ക് കടന്നു വന്നാൽ ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുവാൻ സാധ്യതയുള്ള ചരിത്ര മത്സരമായി ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കും. അനാവശ്യമായ ഒരു ഫൗളിന് അവിടെ സാധ്യത. എംബാപ്പെ അനാവശ്യമായ ഒരു ഫൗൾ ചെയ്തിരിക്കുകയാണ് അവിടെ. കാരണം നിമിഷങ്ങൾക്ക് വിലയുള്ള ഈ ഫുട്ബോളിന്റെ ഈ ഫൈനൽ മത്സരത്തിൽ ഒലിവർ കാന്റെ ഫ്രീ കിക്ക് മിസ്റ്റേക്ക്. നെയ്മർ പരിചയസമ്പന്നനായ ഒലിവർ കാന്റെ കാലുകൾക്ക് പിഴയ്ക്കുന്നു. നെയ്മർ എന്ന സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടിന് അതൊരു ചരിത്രമാകുന്നു. ഒരുപക്ഷേ ഷമീലിൽ നിന്നും മത്സരം കൈവിട്ടുപോയ 2ാം പകുതിയുടെ അവസാന നിമിഷത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു ഷമീൽ. വന്നിട്ടേന്ത് സൊല്ല, തിരുമ്പി വന്നിട്ടേന്ത് സൊല്ല. ടോണി ക്രൂസ്, വാൻ ബിസാക്ക, ടോണി ക്രൂസ് പക്ഷെ പിടിച്ചെടുക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസ്. ഒരു പക്ഷേ ഈ മത്സരത്തിൽ എന്തുമാത്രം പ്രഷറൈസ്ഡ് ആണ് 2 താരങ്ങളും എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയാണ്. 2ാം പകുതിയിൽ പോലും തുല്യതയിൽ നിൽക്കുകയാണ് ഗോൾ സ്കോറിംഗ്. നൗ ഇറ്റ്സ് 4-4 റിയൽ മാഡ്രിഡ് 4 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4 ഷമീൽ 4 അഫ്സൽ 4. എന്ത് വാക്കുകൾ ഉപയോഗിച്ചും വിശേഷിപ്പിക്കണം ഈ മത്സരത്തിനെ എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അത്രമേൽ ശക്തമായ മത്സരം. ഈ ഹാലൻഡ് ഡേഞ്ചറസ്,
നെയ്മർ വളരെ ക്ലാസിക്കായി തന്നെ ഷമീൽ ആദ്യ പകുതിയിൽ പിന്നിട്ട് നിന്ന ഷമീൽ രണ്ടാം പകുതിയിലൂടെ തിരിച്ചുവരവ് നടത്തിയ ഷമീൽ രണ്ടാം പകുതിയിൽ കഴിഞ്ഞ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷത്തിൽ വിജയ ഗോൾ എന്ന് വിശേഷിപ്പിക്കാം ഈ പൂർത്തീകരണ ഗോളിനെ. നെയ്മർ എന്ന രാജകുമാരന്റെ ബ്രസീലിയൻ ഫുട്ബോളറിന്റെ കാലുകളിൽ നിന്നും പറക്കുന്നു UAE മഞ്ഞപ്പട പെസ് ടൂർണമെന്റിന്റെ ഗ്രാൻഡ് ഫിനാലയിലെ എക്സ്ട്രാ ടൈമിലെ അവസാന നിമിഷത്തിലെ ഗോൾ. നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു റഫറിയുടെ വിസിൽ മുഴങ്ങുവാൻ. സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിലെ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുന്നു. ഈ സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയം സാക്ഷിയാകുന്നു റിയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം. ശക്തമായ മത്സരം. 5-4 എന്ന ക്രമത്തിൽ റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിന്റെ പര്യവസാനം കണ്ടിരിക്കുന്നു. ബോൾ പൊസിഷൻ 50-50, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 8-7. ഇതിൽ നിന്നും വ്യക്തമാണ് ഈ മത്സരം എന്തുമാത്രം ചൂടേറിയതായിരുന്നു, എന്തുമാത്രം സവിശേഷതയുള്ളതായിരുന്നു ഈ മത്സരം എന്നുള്ളത്. UAE മഞ്ഞപ്പട സംഘടിപ്പിച്ച ഈ ടൂർണമെന്റ് ഫൈനൽ ഒരു റിയാലിറ്റി ഫുട്ബോളിന്റെ ഫൈനലിനെ വെല്ലുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണ് പ്രഭാതം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഉറങ്ങുകയും ലോകം ഇരുണ്ടു കിടക്കുകയുമായിരുന്നു. ഈ ഉറക്കം കഴിയുമ്പോൾ സൂര്യൻ ചുവന്ന നിറത്തിൽ നമ്മളെ അഭിവാദ്യം ചെയ്യും. ഫുട്ബോൾ വിജയിക്കട്ടെ. കമന്ററി ബോക്സിൽ ഞാൻ അജു ജോൺ തോമസ് ആയിരുന്നു ഈ തത്സമയ വിവരണം നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ മത്സരത്തിന്റെ സവിശേഷതകളെ പറ്റി ഇനിയും ഞാൻ പറയേണ്ടതില്ല. കാരണം ഗ്രാൻഡ് ഫിനാലെ ഷമീൽ വേഴ്സസ് അഫ്സൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിലെ ചാമ്പ്യനായി ഷമീൽ മഞ്ഞപ്പട UAE തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അഫ്സൽ റണ്ണറപ്പ് പൊസിഷനിലും സെക്കൻഡ് റണ്ണറപ്പായി മഞ്ഞപ്പട UAE അബ്ദുൽ ഷുക്കൂറിനെയും തെരഞ്ഞെടുക്കുന്നു. Now signing off, this is Aju John Thomas. Thank you all. മുട്ടിത്തോക്കാൻ നിൽക്കേണ്ട നീ കുടിച്ചോടും കാറ്റിൽ പറ